അടുത്ത പൂരത്തിന് പ്രതിപക്ഷത്തെ ക്ഷണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് അത് പറഞ്ഞവസാനിക്കും മുമ്പേ തന്നെ സതീശൻ ഉത്തരവും നൽകിക്കഴിഞ്ഞു. സംഭവം സംസ്ഥാനത്തിനെതിരെ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്യാൻ നമ്മുടെ പിണറായി സർക്കാർ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. ആ സമരത്തിലേക്ക് രാഷ്ട്രീയ വൈര്യങ്ങൾ മറന്ന് ഒരുമിച്ച് ഈ സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്ര തലസ്ഥാനത്തിന് മുന്നിൽ സമരത്തിലേക്ക് വരൂ എന്നതാണ് പിണറായി പറയുന്നത്. സർക്കാരിന് പ്രതിപക്ഷവും വേണമെന്ന് ചുരുക്കം. എന്നാൽ എല്ലാം അങ്ങ് കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് പ്രതിപക്ഷമായ കോൺഗ്രസും ഉള്ളത്. ഈ കാര്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എടുത്തു പറയുകയും ചെയ്തു. കേരളത്തിൻ്റെ ചില പ്രശ്നങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ കാരണക്കാരായിട്ടുള്ളതെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേന്ദ്രമല്ലെന്നുമാണ് അദ്ദേഹം സർക്കാരിനോടായി പറഞ്ഞു വെക്കുന്നത്. കൂട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തും കൃത്യമായി നികുതി പിരിച്ചെടുക്കാത്തതും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും എല്ലാ പരിധിയും ലംഘിച്ചു തുടരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ അവഗണന സംബന്ധിച്ച കാര്യങ്ങൾ നവകേരള സദസ്സിലടക്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിച്ചിരുന്നു. കേന്ദ്ര വിഹിതവും കടമെടുപ്പ് പരിധിയും ചുരുക്കുന്നതും ബജറ്റിന് പുറത്ത് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നതും അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരും CPM പലതവണ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ബാക്കി കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് തീരുമാനിക്കാം. അനാവശ്യമായ ധൂർത്തിന് ഒരു ഉത്തരവും നൽകാനില്ലാത്ത പിണറായി സർക്കാരിനോട് എങ്ങനെയാണ് യോജിക്കുക എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യവും കേരള ജനതക്കുണ്ട്. ഹെലികോപ്റ്ററും നവകേരള യാത്രയുമൊക്കെ ഒരു അരക്ഷിതാവസ്ഥയിൽ എന്തിനു നടത്തിയെന്നതും ഒരു ചോദ്യചിഹ്നമാണ്. ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേറെയും ഭാരിച്ച ചെലവുകൾ, അങ്ങനെ സംസ്ഥാന സർക്കാർ വരുത്തിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഡൽഹിയിൽ ഇപ്പോൾ സമരത്തിന് പോകുന്നത്.